ഏട്ടാ, ഉം. ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്കക്കും ഇറാനും യുദ്ധം ഏകദേശം മതിയായ സിറ്റുവേഷനാണ്. പക്ഷെ ഗൾഫ് കൺട്രീസിന്റെ സമ്മർദ്ദം മൂലം വീണ്ടും യുദ്ധം തുടരുന്നു, അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പൊ എന്താ അതിലത്തെ സത്യാവസ്ഥ? യുദ്ധത്തിൽ എല്ലാവരും പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഗൾഫ് കൺട്രീസിന്റെ യഥാർത്ഥ പ്രശ്നം എന്താ വെച്ചാല്, ഇപ്പൊ ഇറാന് ഈ അവസ്ഥയിൽ അവിടെ നിർത്തിയിട്ട് പോയാൽ ഇറാൻ എന്തായാലും അമേരിക്കയെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇസ്രായേലിനെയും ലാൻഡ് മാർഗം അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അമേരിക്കക്ക് സഹായം കൊടുത്തു എന്ന കാരണത്തിന് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാം. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദുബായ് ആയാലും സൗദി ആയാലും, ദുബായിയുടെ പ്രധാന ഇൻകം ടൂറിസം ആണ്. അവിടുത്തെ ടൂറിസം സെക്ടേഴ്സിൽ ഒരു വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ 2 ബോംബ് വീണ് കഴിഞ്ഞാൽ അവരുടെ ടൂറിസം സെക്ടർ വല്ലാതെ അങ്ങ് ബാധിക്കും. ഓക്കെ, സൗദി അറേബ്യയിലെ ഡീസാലിനേഷൻ പ്ലാന്റ്സ്, അവിടുത്തെ തെർമൽ അവിടുത്തെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇവിടെയൊക്കെ പെട്രോളിയം കുഴിക്കുന്ന റിഗുകൾ, ഇവിടെയൊക്കെ ആക്രമണം നടത്തിയാൽ, അതായത് ആക്രമണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രോണിലൂടെ നടത്തുന്നില്ല, അവർക്ക് ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് അല്ലേ. ഒരു സൂയിസൈഡ് ബോംബറെ വെച്ചിട്ട് അവിടെ ആക്രമിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്താലും പണി കിട്ടും. അപ്പൊ അതാന്ന് പറഞ്ഞത്, ഒരു സൊല്യൂഷൻ ആകുന്നത് വരെ ഒന്നിക്കൽ ഇറാനെ ആക്രമിച്ചിട്ട് അവരുടെ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെന്റും അവരുടെ റിജീം ചേഞ്ച് നടത്തിയാൽ മാത്രമാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇനി രക്ഷയുണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളായാലും അവരെന്താ പറഞ്ഞു വെച്ചാൽ നമ്മുടെ എയർബേസ് ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കണ്ട. കാരണം അവർക്കും പേടിയാണ്. കാരണം പുതിയൊരു ശത്രുവെ ഉണ്ടാക്കി ആ ശത്രു വീണ്ടും പല രീതിയിൽ സൂയിസൈഡ് ബോംബിങ്ങോ ഇല്ലെങ്കിൽ ടെററിസ്റ്റ് രീതിയിലൂടെ ആക്രമണം നടത്തിയാൽ പണിയല്ലേ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ അമേരിക്കയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഹോർമുസ് കടലെടുക്ക് എന്തായാലും പിന്നെ അമേരിക്കക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അമേരിക്ക ഇപ്പൊ ഇറാന്റെ സപ്ലൈ ചെയിൻ ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സപ്ലൈ ചെയിനും ഒക്കെ വരുന്നത് അവരുടെ ഖർഗാലിന്റെ ത്രൂ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ലാഭം ഉണ്ടാക്കുന്നത് ആക്ച്വലി റഷ്യയാണ്. കാരണം ഉക്രൈൻ യുദ്ധം കാരണം റഷ്യ സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം പോയി. ഇപ്പം റഷ്യക്ക് ലോട്ടറി അടിച്ചു. കാരണം വെച്ചാൽ സാങ്ഷനും മാറി, പിന്നെ ഓയിൽ നല്ല റേറ്റിൽ വിൽക്കുകയും ചെയ്യുക. അവരുടെ അടുത്താണല്ലോ ഇപ്പൊ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ എല്ലാവരും വാങ്ങുന്നത്. അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായി ലോട്ടറി അടിച്ചു. ഇന്ത്യ ചൈന ഉൾപ്പെടെ മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളും റഷ്യന്റെ അടുത്താണ് വാങ്ങുന്നത്. അതുകൊണ്ട് റഷ്യക്ക് ലോട്ടറി അടിച്ചു. അതുകൊണ്ട് റഷ്യ ആഗ്രഹിക്കുന്നില്ല ഈ യുദ്ധം നിൽക്കണം എന്ന്. കാരണം വെച്ചാൽ എത്രത്തോളം യുദ്ധം പോകുന്നു അത്രയും നല്ലതാണ്. ഇറാൻ ആഗ്രഹിക്കുന്നത് നമ്മള് ഈ ഹോർമുസിന്റെ അവിടെ ടാക്സ് ഏർപ്പെടുത്തിയിട്ട് ഇവരുടെ റെക്കമെൻഡേഷനിൽ പോവാം. കാരണം വെച്ചാൽ ഇറാനും ലാഭമാണ്. കാരണം വെച്ചാല് എണ്ണ കൂടുതൽ വിലക്ക് വിൽക്കാൻ വേണ്ടി പറ്റും, ഇവരുടെ സാങ്ഷനും മാറിക്കിട്ടും. അപ്പൊ അങ്ങനെയുള്ളൊരു ധർമ്മസങ്കടത്തിലാണ് ഇപ്പം ആക്ച്വലി യുദ്ധം നിൽക്കുന്നത്. യുദ്ധം നിൽക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ സ്കൈ റോക്കായി. ഓക്കെ, അപ്പൊ അവരെന്തുകൊണ്ടാണ് യുദ്ധം ചെയ്തത്? അവരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുക, അവരുടെ സാമ്പത്തിക പ്രശ്നം ഇതിന് തീരുമാനമാക്കാന്ന് വെച്ചിട്ട് യുദ്ധം ചെയ്തു തന്നെ. പക്ഷെ ഇതിപ്പോ ആക്ച്വലി സാമ്പത്തിക പ്രശ്നം അമേരിക്കയുടെ കൂട്ടുകയാണ് ചെയ്തത്. കാരണം വേറൊരു പ്രോബ്ലം. അപ്പം എത്രയും പെട്ടെന്ന് യുദ്ധത്തിന് പരിഹാരമായിട്ടില്ലെങ്കിൽ അമേരിക്കയും പെടും, ബാക്കി ലോകരാജ്യങ്ങളും പെടും. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇന്നലെ ട്രംപ് തെറി വിളിച്ചു. എന്താണ്? അയാളെ ഫ്രസ്ട്രേഷനാണത്. കാണിച്ച വേറെ വഴിയില്ലല്ലോ. ആരും മരിക്കാനും പാടില്ല, പക്ഷെ യുദ്ധത്തിന് തീരുമാനമാവും വേണം. അങ്ങനെയുള്ള ദുരവസ്ഥയിലാണ് അമേരിക്ക ഉള്ളത്. ഇസ്രായേൽ കൈയൊഴിഞ്ഞ രീതിയാണ്. ഇസ്രായേൽ ഇപ്പൊ അധികം അമേരിക്കക്ക് സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല. കാരണം നമ്മൾക്ക് യുദ്ധം മതിയായി എന്ന ഇതിലാണ് ഇസ്രായേൽ ഉള്ളത്. അങ്ങനെയുള്ളൊരു ധർമ്മസങ്കടത്തിലാണ് മൊത്തം യുദ്ധത്തിന്റെ അവസ്ഥ.